അവിടെയും ഒരു വൃത്തിയായിട്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പം അത് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനൊരു ഷണ്ടനാണോ എന്നൊക്കെ തോന്നിപ്പോകാൻ ചിലപ്പോൾ. അങ്ങനെയല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സിനിമയിൽ ഒരുപാട് വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹേമ കമ്മീഷനൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അത് എത്രമാത്രം പ്രേക്ഷകനെയാണെങ്കിലും സിനിമാ മേഖലയിലും എത്രമാത്രമാണ് അത് ബാധിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ചിട്ട്? എനിക്കതിനെക്കുറിച്ചിട്ടൊരു ഒരു വിഷമം തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. കാരണം ഈ റീസെൻ്റ്ലി എന്നുള്ള പ്രയോഗം മാറ്റണം തോന്നുന്നുണ്ട്. റീസെൻ്റ്ലി അല്ല, സിനിമയിലെ പ്രശ്നങ്ങൾ ഉണ്ട്. അതിപ്പോൾ ആണും പെണ്ണും ഉള്ളിടത്തൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷനും സ്ത്രീയും എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമാ രംഗത്തും പണ്ട് പല പ്രശ്നങ്ങളും നടന്നിട്ടില്ലേ. അപ്പം അന്നൊരു കമ്മീഷനൊന്നും അല്ലെങ്കിൽ ഒരു ഒന്നും കമ്മിറ്റിയൊന്നും വെച്ചിട്ടുണ്ടായിട്ടിരിക്കാം. ഇതൊരു എന്തെന്നാ പറയാം, എനിക്കതിന് ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അതൊരു പ്രശ്നമായിരിക്കും. ഇനിയിപ്പോൾ അത് കോടതിയിലേക്കൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഒരു കലാകാരൻ കോടതി കയറുന്നത് ഒരു എന്താ പറയുക, ഒരു ഒരു ദുർഭരണത്തിന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചത് കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. കലാകാരൻ അങ്ങനെ ആയിരിക്കണം, പ്രതിരോധ ശക്തിയുള്ളവനായിരിക്കണം. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഈ ഒരു വിഷയത്തിൽ ഒരു കലാകാരൻ ക്രൂശിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് ഒരു കലാകാരൻ അങ്ങനെ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ 300 സിനിമയിൽ ഞാൻ അഭിനയിച്ചു. 300 സിനിമയിലും ഞാൻ ലൊക്കേഷനിലധികം വെയിറ്റ് ചെയ്യാറില്ല. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അപ്പോൾ തിരിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെയും ഒരു വൃത്തിയായിട്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പം അത് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അന്ന് ഇവർക്ക് നേരിട്ട വിഷമത്തിന് ഉള്ള അല്ലെങ്കിൽ അന്ന് ഇവർക്ക് ഏറ്റ മുറിവിന് മരുന്ന് പുരട്ടാനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവത്തിന് അതിനിപ്പോൾ കരഞ്ഞു പറയുന്നത് അന്നുണ്ടായ വേദന മാറ്റാനല്ല പറയുന്നത് ഒരു തോന്നൽ വരികയാണ് നമുക്ക്, അല്ലേ? അങ്ങനെ തോന്നിക്കൂടെ? അല്ലെങ്കിൽ അത് അന്ന് അവസാനിക്കേണ്ട കാര്യമല്ലേ? അതന്നെ അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അന്ന് തന്നെ അവസാനിക്കേണ്ട കാര്യമല്ലായിരുന്നു. പിന്നെ ഈ സ്ത്രീകളുടെ പക്ഷം തന്നെയാണ് നമ്മൾ. സ്ത്രീകൾക്ക് മാന്യമായ പരിരക്ഷ കൊടുക്കണം എന്നുള്ളൊരു ചിന്താവികാരം തന്നെയാണ്. അത് ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. ഇത് വേറെന്തോ ഒരു ദുരിതാശ്വാസത്തിൽ വെച്ചിട്ട് അത് ചിലപ്പോൾ രാഷ്ട്രീയമാവാം, ഒരു പകപോക്കലാവാം, അങ്ങനെയൊക്കെ ആവാം. അതിനൊരു പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ എങ്ങനെ വേണമെങ്കിലും തല്ലി താഴ്ത്താം എന്നുള്ളൊരു ധാരണയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ട്. അതൊക്കെ നമ്മൾ കേട്ടറിയുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തായാലൊക്കെ ആയാലും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, പണ്ട് ഞാൻ അത്യാവശ്യം ഈ ഒരു അമേച്ചർ നാടകങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് സ്ത്രീകളുണ്ടാവും നമ്മളെ കൂടെ. അപ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ ചിലപ്പം ഒരു ബീറൊക്കെ അങ്ങനെയൊക്കെയുള്ള രാത്രി ഒറ്റയ്ക്കൊക്കെ നമ്മൾ അവരെ കൊണ്ടു നടന്നിട്ടുണ്ട്, അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരമൊരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനൊരു ഷണ്ടനാണോ എന്നൊക്കെ തോന്നിപ്പോകാൻ ചിലപ്പോൾ. അങ്ങനെയല്ല. അത് എൻ്റെ പെങ്ങളാണെന്നോ അതെൻ്റെ മകളാണെന്നോ അതല്ലെങ്കിൽ എൻ്റെ അമ്മയാണെന്നോ ആ ഒരു തോന്നലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം ചിന്ത വരില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നിയാൽ മതി. ഒരു സ്റ്റുഡൻറ്റിനോട് എങ്ങനെയും തോന്നും, അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ല ശിഷ്യ, അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ തോന്നണമെങ്കിൽ ഈ ശിഷ്യയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ സ്റ്റുഡൻ്റെ ഭാഗത്തുനിന്നോ നമ്മൾ ഓപ്പോസിറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു അനക്കം ഉണ്ടാവണം. അപ്പോഴും ഞാൻ മോളെ അത് ശരിയല്ല കേട്ടോ മോളെ എന്ന് പറയാനുള്ള പ്രാപ്തി എനിക്കും ഉണ്ടാവണം. അതെ, അവൾ ഒരു റോങ് ആയിട്ട് നമ്മളോട് അടുത്ത് വരുമ്പോൾ മോളെ അത് ശരിയല്ല, നാളെ മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ശരിയാവില്ല മോളെ എന്ന് പറയാൻ ഇയാൾക്കും കഴിയണം, അങ്ങനെ വരാതിരിക്കാൻ ഇവർക്കും കഴിയണം, ഓപ്പോസിറ്റ് കഴിയണം. ഒരിക്കലും ഈ പറഞ്ഞതിനൊക്കെ എനിക്ക് കൗണ്ടറുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട് വരുന്ന വിഷയങ്ങൾക്കൊക്കെ എനിക്ക് മറുപടിയുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ അത് ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം വരും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ ഈ നടന്മാരായാലും നടികളായാലും ഇപ്പോൾ നമ്മളെ ഈ സിനിമ ലോകത്തിന് ഒരുപാട് സംഭാവന ചെയ്തുള്ളവരാണ് അവരൊക്കെ. അവരൊക്കെ ആ നല്ല ഇമേജ് ഒരൊറ്റ നിമിഷം കൊണ്ട്
ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ടാവുന്ന വിഷമം, അതിന് കാരണം ഒരു സ്ത്രീ ആവുകയും വരുമ്പോൾ അതിലേറെ വിഷമം. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ.